നമ്മുടെ MKBHD ഒക്കെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ നിരവധി പ്രോഡക്റ്റുകൾ സെല് ചെയ്യാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ ടെക് ക്രിയേറ്റർ ആയിട്ടുള്ള ടെക് ബർണർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ശ്ലോക് ശ്രീവാസ്തവ് എന്ന് പറയുന്ന യൂട്യൂബർ ഇപ്പോഴൊരു സ്മാർട്ട് വാച്ച് ഇതുപോലെ ആദ്യമായി പുറത്തിറക്കി. അതാണ് എന്റെ കയ്യിലിരിക്കുന്ന ലേസ് അനാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് വാച്ച്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ യൂട്യൂബർ ആദ്യമായിട്ട് പുറത്തിറക്കിയ സ്മാർട്ട് വാച്ച് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇതുപോലൊരു നീല ബോക്സിനകത്താണ് ലേസ് അനാർക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് വരുന്നത്. നമുക്ക് തുറക്കാം. സ്മാർട്ട് വാച്ച് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ജസ്റ്റ് അത് പുറത്തേക്ക് എടുക്കാം. അത് കൂടാതെ ഇതിന്റെ ബോക്സിനകത്തുള്ളത് ഒരു USB അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് C പോർട്ടാണ് നമ്മളുടെ ചാർജറിൽ ഉള്ളതെങ്കിൽ നമുക്ക് ഇതിന്റെ A പോർട്ട് കൊണ്ടൊന്ന് ഇവിടെ കൊടുത്തിട്ട് ഈ ഒരു ഭാഗം C പോർട്ടിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റർ. സാധാരണ ഇപ്പോൾ വരുന്ന ഒരു സ്മാർട്ട് വാച്ചിനോട് ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇതിന്റെ ഒരു യൂസർ മാനുവലും വാറന്റി കാർഡ് ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒരു QR കോഡാണ് നമുക്ക് കാണുന്നത്. നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിന്റെ സ്ട്രാപ്പിന്റെ ഒരു ക്വാളിറ്റി നോക്കിയാൽ അടിപൊളി ക്വാളിറ്റിയാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ലേസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു സ്റ്റിഫ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വാച്ചിന്റെ ഈ ഒരു കേസ് കണ്ടില്ലേ, ഇത് മെറ്റാലിക് കേസ് ആണ്. അതിന്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ, നമ്മൾ സാധാരണ കാണുന്ന സ്മാർട്ട് വാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേപ്പാണ് ഈ ഒരു കേസിങ്ങിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഒന്നുകിൽ നമ്മൾ റൗണ്ട് ഷേപ്പിലെ സ്മാർട്ട് വാച്ചുകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലെ വാച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒന്നുമല്ല, റൗണ്ടും അല്ല, എന്നാൽ പൂർണ്ണമായിട്ടും സ്ക്വയറും അല്ലാത്തൊരു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ക്രൗൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫിസിക്കൽ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്പീക്കർ ഔട്ട് നമുക്ക് കാണാം. ബാക്കിൽ നിരവധി സെൻസറുകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വാച്ച് എൻ്റെ അടുത്ത മുറിയിൽ ഇരുന്ന് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യായിരുന്നു. എൻ്റെ Google Pixel 9 Proയിലാണ് ഞാനിത് സെറ്റപ്പ് ചെയ്തത്. സെറ്റപ്പ് ചെയ്ത് ആ ഒരു കമ്പനിയൻ ആപ്പിലേക്ക് കയറി നോക്കുമ്പോൾ തന്നെ 222 സ്റ്റെപ്പ് ഞാൻ നടന്നായിട്ട് കാണിക്കുന്നു. ഒരിടത്ത് ഇരുന്നാണ് ഞാൻ സെറ്റപ്പ് ചെയ്തത്, പക്ഷേ 222 സ്റ്റെപ്പ് ഇപ്പോൾ തന്നെ നടന്നായിട്ട് കാണിക്കുന്നു. എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ ഈ ഒരു വാച്ച് നമ്മൾ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ വരുന്ന അതിൻ്റെ ഡിഫോൾട്ട് വാച്ച് ഫേസ് ആണ് ഈ കാണുന്നത്. ഈ ഒരു വാച്ച് ഫേസ് കണ്ടില്ലേ, നമ്മൾ ഈ വാച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ഗ്ലോബ് കണ്ടില്ലേ, അതനുസരിച്ച് റൊട്ടേറ്റ് ആകുന്നതായിട്ട് കാണാം. അതേസമയം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ ഇത് മൂവ് ചെയ്യുന്നെങ്കിൽ അതാണെങ്കില്ല, പക്ഷേ അപ്പ് ആൻഡ് ഡൗൺ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോബ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു വാച്ചിന്റെ ഈ ഒരു സ്ട്രാപ്പിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മളിങ്ങനെ എടുത്തിട്ട് ഈ ഒരു ബക്കിൾ ഇതിനകത്തേക്ക് ഉണ്ടല്ലോ, ഇതിലേതെങ്കിലും ഒന്നിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസമാണ്. കയ്യിലൊക്കെ കിടന്നാൽ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ, അത് പറയാതെ വയ്യ. നല്ലൊരു ലുക്കുണ്ട്. കേസിന്റെ ആ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് ഒക്കെ നമുക്കൊരു പ്രത്യേക ലുക്ക് എന്തായാലും ഈ ഒരു വാച്ചിന് നൽകുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബക്കിളും നല്ല ആ ലേയേഴ്സ് എടുത്തിരിക്കുന്നുണ്ട്. ആ ഒരു ബക്കിൾ അത് ഒരു നല്ലൊരു ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു ബക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഡിസ്പ്ലേയുടെ ഈ കോർണറിൽ ഇവിടെ ഒരു യെല്ലോ സ്ട്രിപ്പ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിനകത്തും ലേയേഴ്സ് അവർ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ സാധാരണ നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഫോണിൽ കാണാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ലേയേഴ്സ് എഴുതിയിരിക്കുന്നതായിട്ട് കാണാം. എന്തായാലും ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും സംഭവം കൊള്ളാം. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വാച്ച് ഫേസുകൾ ഇൻബിൽറ്റ് ആയിട്ട് ഇതിനകത്ത് തന്നെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് ഏരിയകളൊക്കെ നോക്കി നല്ല ഷാർപ്പ് ബ്ലാക്ക് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്തുള്ള മറ്റൊരു വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേ ആയിട്ട് പോലും ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. കണ്ടില്ല, നിശ്ചിത സമയം കഴിയുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു മെയിൻ ഡിസ്പ്ലേ ഓഫ് ആവുന്നുണ്ട്. എന്നാൽ ഒരു മങ്ങിയ രീതിയിലെങ്കിലും AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുക്കാമായിരുന്നു, പക്ഷേ അത് കൊടുത്തിട്ടില്ല. അതിന് പകരം റേസ് ടു വേക്കപ്പ് എന്ന് പറയുന്ന ഫീച്ചറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതായത് നമ്മൾ കൈ താഴ്ത്തിട്ടതിന് ശേഷം പെട്ടെന്ന് നമ്മൾ കൈ ഉയർത്തുമ്പോൾ ഇതുപോലെ വാച്ച് ആ ഒരു ഫേസ് ഓൺ ആകും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ ഒരു വാച്ചിന്റെ പ്രൈസ് പോയിന്റിൽ അതും AMOLED ഡിസ്പ്ലേ ആയിട്ട് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് തന്നെ പറയാം. വാച്ച് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതാണ്. അതായത് ഇതിനോടൊപ്പം വരുന്ന ചാർജിങ് ഡോക്ക് അതിനകത്ത് വയർലെസ്ലി ആണ് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ആൻഡ്രോയിഡ് ഫോണിനോടൊപ്പം ഐഫോണിനോടൊപ്പം കണക്ട് ചെയ്യാൻ സാധിക്കും. മറ്റു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ ഈ പറഞ്ഞ Pixel 9 Pro ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ ആദ്യം ഫോണിൽ നിന്നുള്ള അതിന്റെ ടൈം കൃത്യമായിട്ട് ഇത് ഫെച്ച് ചെയ്ത് എടുത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കൃത്യമായിട്ട് ടൈം അപ്ഡേറ്റ് ആയത്. അതായത് ഞാനൊരു 12:30 മണിക്ക് ഞാൻ ഇത് സെറ്റ് ചെയ്തപ്പോൾ വാച്ചിൽ കാണിച്ചിരുന്ന സമയം ഒരു 10:30 മണിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റോളം എടുത്തതിന് ശേഷമാണ് അപ്ഡേറ്റ് ആയിട്ട് വാച്ചിലെയും കണക്റ്റഡ് ഫോണിലെയും ടൈം ഈക്വലായി മാറിയത് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ഫോണിലേക്ക് ആരെങ്കിലും കോൾ ചെയ്താൽ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് മൈക്കിന്റെയും സ്പീക്കറിന്റെയും സപ്പോർട്ട് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. വാട്സപ്പ് കോളിംഗും ഞാൻ ചെക്ക് ചെയ്തു. സാധാരണ ഇപ്പോൾ പലരും സാധാരണ കോളിനേക്കാൾ കൂടുതൽ വാട്സപ്പ് കോൾ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ ആ കോളുകളും നമുക്ക് ഈ ഒരു വാച്ചിൽ അറ്റൻഡ് ചെയ്യാം. പക്ഷേ സാധാരണ കോൾ ചെയ്യുമ്പോൾ വിളിക്കുന്ന ആളുടെ പേര് നമ്മളുടെ ഫോണിൽ കോൺടാക്ട് സേവ്ഡ് ആണെങ്കിൽ വിളിക്കുന്ന ആളുടെ പേര് കാണിക്കും. പക്ഷേ വാട്സപ്പ് കോൾ ആണ് ചെയ്യുന്നതെങ്കിൽ വിളിക്കുന്ന ആളുടെ പേര് കാണിക്കുന്നില്ല, പകരം ആ ഒരു നമ്പർ മാത്രമേ ഇതിനകത്ത് എഴുതി കാണിക്കുന്നുള്ളൂ. വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും ഒരു സ്മാർട്ട് വാച്ച് വരുമ്പോൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മലയാളം ലാംഗ്വേജിന്റെ സപ്പോർട്ട് ഉണ്ടോ എന്നാണ്. കാരണം വാട്സപ്പിലൊക്കെ പലരും മലയാളത്തിൽ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ വാച്ചിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ അത് കാണാം. സാധാരണ മലയാളം സപ്പോർട്ട് ഇല്ലാത്ത വാച്ചുകൾ പോലും യൂണിക്കോഡിന്റെ ഒരു സ്ക്വയർ സിംബലുകൾ കാണിക്കാറുണ്ട്. ഇതൊന്നും കാണിക്കില്ല. മലയാളത്തിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അയച്ച ആളുടെ പേര് മാത്രം ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഏരിയയിൽ കാണിക്കും. അല്ലാതെ എന്താണ് ആ ഒരു മെസ്സേജ് എന്ന് യൂണിക്കോഡ് പോലെ സ്ക്വയർ ആയിട്ട് പോലും കാണിക്കില്ല, മലയാളത്തും ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് മലയാളം വാട്സപ്പ് മെസ്സേജുകൾ വന്നുള്ള കുഴപ്പം. അതേസമയം
ഇംഗ്ലീഷിൽ അയക്കുന്ന മെസ്സേജുകൾ കൃത്യമായിട്ട് ഇതിനകത്ത് ഡെലിവേർഡ് ആകുന്നുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ മറ്റൊരു കുറവ് കൂടി ഈ ഒരു വാച്ചിനുണ്ട്. അതായത് ഇതിനകത്ത് ഇൻബിൽറ്റ് GPS ഇല്ല. ഞാൻ തുടക്കത്തിൽ ഇതിനകത്ത് നമ്മളുടെ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഞാൻ നടക്കാതെ തന്നെ 222 സ്റ്റെപ്പ് നടന്നു കാണിച്ചതിന്റെ ഒരു പ്രധാന കാരണം ഇതിനകത്ത് ഇൻബിൽറ്റ് GPS ഇല്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇൻബിൽറ്റ് GPS ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ സ്റ്റെപ്പ് കൗണ്ടിങ് ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് നടക്കും. ഈവൻ നമ്മുടെ കമ്പാനിയൻ ഫോൺ നമ്മുടെ പോക്കറ്റിൽ ഇല്ലെങ്കിലും നമ്മൾ നടക്കാൻ പോകുമ്പോഴൊക്കെ ഈ ഒരു വാച്ച് തന്നെ സാധാരണഗതിയിൽ ഇൻബിൽറ്റ് GPS ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഇൻബിൽറ്റ് GPS ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ നടക്കാനൊക്കെ പോകുമ്പോൾ നമ്മളുടെ കമ്പാനിയൻ ഫോൺ എപ്പോഴും പോക്കറ്റിൽ ഉണ്ടെങ്കിലേ കൃത്യമായിട്ട് ആ ഒരു സ്റ്റെപ്പ് കൗണ്ട് ചെയ്യൂ എന്നുകൂടി ഓർമ്മിക്കട്ടെ. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന വാച്ചുകളിൽ ഇൻബിൽറ്റ് GPS വരാറുണ്ട്. സ്പീക്കർ ക്വാളിറ്റി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. തരക്കേടില്ലാത്ത വോളിയം ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ഇവിടുന്ന് പറയുന്നത് അങ്ങേ തലക്കിലും ഒരുവിധം നല്ല രീതിയിൽ കേൾക്കാനും സാധിക്കുന്നുണ്ട്. ഈ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു വാച്ചിന്റെ സ്പീക്കറിൽ നിന്ന് ഒരാള് നമ്മളെ വിളിച്ചാൽ ഇതിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു രീതിയിലുള്ള വാച്ചിന്റെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടോഗിളുകൾ, അതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഏരിയ, നമ്മൾ വലത്തുനിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്റ്റെപ്പ് കൗണ്ടിങ് വിഡ്ജറ്റ്, ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ, വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെതർ ഇൻഫോർമേഷൻ, ഒന്നുകൂടി സ്വൈപ്പ് ചെയ്താൽ സ്ലീപ്പ് ഡേറ്റ, ഫോണിലെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇങ്ങനെ പോകുന്നു ഇതിനകത്തെ മറ്റ് കാർഡുകൾ. അതുപോലെ മറ്റ് ചെറിയൊരു കുറവ് കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് വാട്സപ്പിലേക്ക് ആരെങ്കിലും ഇതുപോലെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ഇതുപോലെ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടില്ല. എന്നാൽ ഈ പ്രൈസ് പോയിന്റിലുള്ള ചില വാച്ചിലെങ്കിലും അത്തരത്തിൽ നമുക്ക് വരുന്ന വാട്സപ്പ് നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റ് നോട്ടിഫിക്കേഷനുകൾക്കൊക്കെ റിപ്ലൈ വാച്ചിൽ നിന്ന് തന്നെ കൊടുക്കാൻ സാധിക്കും. അത്തരം ഒരു ഫീച്ചറും ഈ ഒരു വാച്ചിൽ മിസ്സിംഗ് ആണ്. ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെയും നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു വാച്ചിനകത്തുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുക എന്നതാണ്. ഈ പ്രൈസ് പോയിന്റിൽ ഈ പറഞ്ഞ പോലെ വേറെ OS ഒന്നും നമുക്ക് ലഭിക്കില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് ഈ ഒരു ക്രൗൺ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മറ്റ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളും കാണാൻ സാധിക്കും. ആക്ടിവിറ്റി ട്രാക്കർ, നോട്ടിഫിക്കേഷൻ, ഹാർട്ട് റേറ്റ്, SpO2, സ്ലീപ്പ് ഡേറ്റ, സ്ട്രെസ് മോണിറ്ററിംഗ്, വർക്ക്ഔട്ട്, അതുപോലെ റെക്കോർഡ്സ്, മ്യൂസിക്, ടൈമർ, ഇങ്ങനെ നിരവധി ഓപ്ഷനുകൾ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു റൊട്ടേറ്റിംഗ് ക്രൗൺ അത് വർക്കിംഗ് ആണ്. നോക്കി, അത് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഈ മെനു സിസ്റ്റം ഒക്കെ ഇതുപോലെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ ഈ ഒരു റൊട്ടേറ്റിംഗ് ക്രൗൺ യൂസ് ചെയ്യാം. അതുപോലെ ഈ കാർഡുകൾ, ആ കാർഡുകളിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കില്ല. ചില സ്മാർട്ട് വാച്ചുകളിലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റെപ്പ് കൗണ്ടർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്ക്രോൾ ചെയ്ത് അതിന്റെ താഴേക്ക് മോർ ഡേറ്റ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് വെതർ ഇൻഫോർമേഷനിലേക്ക് വന്നാൽ വീണ്ടും കൂടുതൽ ഡീറ്റെയിൽസ് താഴേക്ക് കാണിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഒരു വാച്ചിനകത്തും ഇല്ല. ലിമിറ്റഡ് ആണ്. ആ കാണുന്ന കാർഡുകൾ അല്ലെങ്കിൽ ആ വിഡ്ജറ്റുകൾ അവിടെ ലിമിറ്റഡ് ആണ്. അവിടെ ആ ഒരു സ്ക്രീനിൽ തീരുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു വാച്ചിന്റെ ഹെൽത്ത് ഡേറ്റകൾ എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നുള്ളതാണ്. അതായത് ഹാർട്ട് റേറ്റ്, SpO2 തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ആക്യുറസി നൽകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിന് എപ്പോഴും ഹെൽത്ത് ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട മെഷറിംഗിന്റെ ഒരു അവസാന വാക്കെന്ന് പറയുന്നത് ആപ്പിൾ വാച്ചാണ്. അപ്പോൾ അതുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഹാർട്ട് റേറ്റും SpO2 ഒക്കെ എത്രത്തോളം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നു എന്ന്. എനിക്കറിയാം 40,000 രൂപയൊക്കെ വില വരുന്ന ഒരു ആപ്പിൾ വാച്ചുമായിട്ട് ഈ ഒരു വാച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. എങ്കിലും ഈ പറഞ്ഞ ഹെൽത്ത് ഡേറ്റയൊക്കെ എത്രത്തോളം ആപ്പിൾ വാച്ചിനോട് അടുത്ത് നിൽക്കുന്നു എന്നെങ്കിലും നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ആപ്പിൾ വാച്ചിൽ നോക്കി 76-78 ആ ഒരു റേഞ്ചിലാണ് ഹാർട്ട് റേറ്റ് കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു വാച്ചിനകത്ത് 77 നോക്കി, ഇപ്പോൾ രണ്ടും ഏതാണ്ട് ഈക്വൽ ആയിട്ടും കാണിക്കുന്നുണ്ട്. 77-79 അല്ലേ? അപ്പോൾ ഏതാണ്ട് ഹാർട്ട് റേറ്റ് രണ്ടിനും ആ ഒരു ആക്യുറസി ഏകദേശം അടുത്ത് തന്നെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ ലേസ് അനാർക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിന് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നനഞ്ഞാലൊന്നും വലിയ വിഷയം വരില്ല. 350 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. 7 ദിവസത്തെ ബാറ്ററി ലൈഫാണ് കമ്പനി ഈ ഒരു വാച്ചിനകത്ത് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടെക് ബർണർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ലേസ് അനാർക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ഞാൻ ജസ്റ്റ് കയ്യിൽ നിന്ന് കെട്ടി ഒരു അരമണിക്കൂർ യൂസ് ചെയ്തപ്പോൾ ആ അരമണിക്കൂറുള്ള ടെസ്റ്റിങ്ങിൽ കണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോടൊപ്പം പങ്കുവച്ചത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 6,999 രൂപയാണ്. ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് ഈ പറഞ്ഞതുപോലെ കാണാനുള്ള ലുക്ക്, അതായത് ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊള്ളാം, ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻബിൽറ്റ് GPS ഇല്ല എന്നുള്ളതും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ലെന്നതും നല്ലൊരു കുറവായിട്ട് തന്നെ പറയേണ്ടി വരും. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് വാച്ച് ആ പ്രൈസ് പോയിന്റിൽ ഓക്കെ എന്നാണ് എനിക്ക് തോന്നിയത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ചെയ്യാം.